ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന മോഡലാണ് ഐഫോൺ 16 പ്രോ. ഇതിൻ്റെ കംപ്ലൈൻറ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണിട്ട് അതിൻ്റെ ഡിസ്പ്ലേൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ മാറാതെ തന്നെ അതിൻ്റെ ഗ്ലാസ് മാത്രമായിട്ട് മാറിക്കൊടുക്കാം. നമുക്കപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് കടന്നാലോ? ഓക്കെ, നമ്മളതിൻ്റെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ക്യാമറ, ഫേസ് ഐ ഡി അതിന് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫേസ് ഐ ഡിക്ക് ഡാമേജും കാര്യങ്ങളും വരാതിരിക്കാനാണ് നമ്മൾ ഇതിനെ കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൈ ഫേസ് ഐ ഡിമേലോ ക്യാമറമേലോ എന്തെങ്കിലും സ്പർശിച്ചാൽ അതിൻ്റെ ഫേസ് ഐ ഡിക്ക് ഡാമേജ് വരാം, ക്യാമറയിൽ ഡോട്ട്സ് വരാം. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡിവൈസിൽ നിന്ന് നമ്മൾ ഡിസ്പ്ലേ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാണ്. അതിനൊരു കാര്യം പറയട്ടെ, ഞാൻ ഓൺ വോയിസിൽ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഞാൻ അതിൽ ചെയ്യുന്നത് നമ്മൾ പ്രോസ്മെറ്റിക് സെൻസറാണ്. അതായത് നമ്മൾ ഫേസ് ഐ ഡി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്ലേ ഒരു പ്രോസ്മെറ്റിക് സെൻസർ എന്ന് പറഞ്ഞൊരു സ്ട്രിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോസ്മെറ്റിക് സെൻസർ നമ്മൾ ഡാമേജ് ഇല്ലാതെ തന്നെ നമ്മൾ അതിന് ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മൾ പതിയെ പൊക്കുന്നുണ്ട്. അതിന് ചെറിയൊരു ഹീറ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് ചെറിയൊരു ഹീറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ പതിയെ സാവധാനം പൊക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഫ്രെയിം റിമൂവ് ചെയ്യാണ്. ഫ്രെയിം റിമൂവ് ചെയ്യുന്നത് വെച്ചാൽ ക്യാമറൻ്റെ ഭാഗത്തു നിന്ന്, അതായത് നമ്മളെ ഫേസ് ഐ ഡി ക്യാമറൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ചെറിയ ചെറിയ ഗമ്മാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ചെറിയ നമുക്ക് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഷീറ്റിൽ പെട്ടെന്ന് നമുക്ക് അകത്തോട്ട് കയറ്റി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രെയിം മൊത്തത്തിലായിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേ സെപ്പറേറ്റ് ചെയ്യാണ്. ഡിസ്പ്ലേ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. ആക്കും പോലെ നമ്മൾ പതിയെ സെപ്പറേറ്റ് ചെയ്യുക. പതിയെ സെപ്പറേറ്റ് ശേഷം നമ്മൾ താഴെ ഭാഗത്ത് നമ്മൾ പെട്ടെന്ന് വലിച്ചു പോകരുത്. നമ്മൾ താഴെ ഭാഗത്ത് പതിയെ നമ്മൾ വലിക്കുക. കാരണം സ്ട്രിപ്പും കാര്യങ്ങളും കോഫേസിങ് കാര്യങ്ങളും ഫുള്ളായിട്ട് താഴെ ഭാഗത്ത് സ്ട്രിപ്പുമല്ല വരുന്നത്. അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സെപ്പറേറ്റിന് ശേഷം നമ്മൾ അതിന് പഴയ OC ഉണ്ടാവും, അതായത് OC ഗമ്മ്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്തതിന് നമുക്ക് ഇങ്ങനെ നോക്കാം. ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഹീറ്റിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ OCയെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഹീറ്റ് പോയതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഹാർഡ് ആയിരിക്കണം OC. അതുകൊണ്ട് നമുക്ക് പതിയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് മെഷീൻ വെച്ചാൽ 2L മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് വേണ്ടത്ര സ്പീഡും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാ മെഷീനിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് എനിക്ക് ഒന്നുപാടും കെയർഫുള്ളായി തോന്നിയത് 2L മോട്ടറാണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഓണാക്കി നോക്കുന്നൊരു ഡിവൈസ് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ നമ്മൾ സെപ്പറേറ്റിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓണാക്കുന്ന സമയത്ത് കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇനി ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അതായത് നമുക്ക് പുതിയ ഗ്ലാസ് അടിക്കാനുള്ള രീതിയിൽ ടച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗ്ലാസ് അടിക്കുക. ലിക്വിഡ് ഉപയോഗിച്ച് ക്ലോത്ത് കൊണ്ട് നല്ല പോലെ വൈപ്പ് ചെയ്യണം. നമ്മൾ ഒരു ഡോട്ടില്ലാതെ നമ്മൾ ഗ്ലാസ് അടിക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ല വൃത്തിക്ക് നമ്മൾ ഡിസ്പ്ലേ വെക്കുന്ന സ്ഥലം നല്ല വൃത്തിയായിരിക്കണം. അതായത് വേറെ ഡസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല.
പിന്നെ ഞാനിത് ഗ്രീൻ ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ട്. ഗ്രീൻ ലൈറ്റിൽ നമുക്ക് പെട്ടെന്ന് ഡോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രീൻ ലൈറ്റിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഗ്രീൻ ലൈറ്റ് അടിച്ചിട്ട് പ്രോപ്പറായിട്ട് വൈപ്പ് ചെയ്തിട്ട് നമ്മൾ അത് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺഫേം ആയതിനു ശേഷം 100% ക്ലീൻ ആയതിന് മാത്രം ശേഷം OCA ഗ്ലാസ് അടിക്കുക. ഇതിൽ ഗ്ലാസ് നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് മാത്രം യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഗ്ലാസ് തന്നെ ഇടുക. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ കുറഞ്ഞ പ്രൈസിനുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പക്കയായിരിക്കും. പിന്നെ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാൽ അതിൽ നമുക്ക് ബബിൾസ് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പഞ്ചിന് സമയത്ത് നമ്മൾ ഹോൾസ്, അതായത് ക്യാമറൻ്റെ ഹോൾസും മറ്റേ ഫേസറിൻ്റെ ഹോൾസും സെയിം ആക്കിയിട്ട് ഗ്ലാസ് വെക്കുക. മേലെ ഭാഗത്ത് മാത്രം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേ താഴെ ഭാഗത്ത് നല്ല പതിയെ നമ്മൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പഞ്ചിങ് മെഷീനിൽ വാക്യൂം ഒക്കെ കറക്റ്റാക്കിയതിന് ശേഷം പഞ്ച് ചെയ്യണം. പഞ്ചിങ് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ മെഷീനിനെ നമ്മൾ നോക്കി വെച്ചിരിക്കും. അതിന് ശേഷം നമ്മൾ മെഷീൻ ഓപ്പൺ ആക്കുക. ഇതിലപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ ചെറിയ ചെറിയ ഡോട്ടാളുണ്ടാവും, അതായത് ബബിൾസ് ആളുണ്ടാവും. അപ്പോൾ നമ്മളത് പോകാൻ വേണ്ടി നമ്മൾ ബബിൾക്ക് മാറ്റാൻ അതിലൊരു മാക്സിമം നമുക്കൊരു 5 മിനിറ്റോ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആ ബബിൾസ് ഫുള്ള് ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ഫുള്ള് ഓക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി, പഞ്ചിങ് കഴിഞ്ഞ ശേഷം നമ്മൾ ഡിസ്പ്ലേ ഒന്ന് ഓണാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ പക്കയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടച്ചും കാര്യങ്ങളൊക്കെ പ്രോപ്പർ വർക്ക്. ഇതാണ് ഫൈനൽ ലുക്ക്, ഫോണിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ പാക്കിങ് ഫുള്ള് കഴിഞ്ഞ ശേഷം നമ്മൾ ഫോണിൻ്റെ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ ഇതുപോലത്തെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ വർക്ക് ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. നമ്മളെ ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് തിരുനക്കരയാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. ഷോപ്പിൻ്റെ പേര് ഫോൺ ലാബാണ്. മസ്റ്റായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുതരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അഡ്രസ്സിൽ അയച്ചാലും മതി, ഞാൻ അഡ്രസ്സ് താഴെ കൊടുക്കാം. ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.